ജാസ്മിന്റെ വാപ്പ ഗബ്രിയുടെ ഫോട്ടോ വലിച്ച് കീറിയോ? അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. ജാസ്മിന്റെ വാപ്പ വീടിനകത്ത് വന്ന് ഗബ്രിയുടെ ഫോട്ടോ വലിച്ച് കീറി. ജാസ്മിന് സഹിക്കാൻ വയ്യ. ജാസ്മിന്റെ കഴുത്തിൽ ഗബ്രി കൊടുത്ത മാലയാണുള്ളത്. ആ മാല ഊരിക്കളഞ്ഞിട്ടാണ് ജാസ്മിന്റെ വാപ്പ കൊണ്ടുവന്ന മാല ജാസ്മിന്റെ ഉമ്മ കെട്ടിക്കൊടുക്കുന്നത്. ഇതൊക്കെ ശരിയാണോ? എന്താണ് നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു സംഭവമാണ്. ജാസ്മിൻ്റെ വാപ്പ വീടിനകത്ത് വന്നിട്ട് ഗബ്രിയുടെ ഫോട്ടോ അവിടെ ജാസ്മിൻ വെച്ചിട്ടുണ്ടല്ലോ, ആ ഫോട്ടോ വലിച്ച് കീറിയെടുത്ത് ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേൾക്കുന്നത്. പിന്നെ ഇപ്പം പ്രൊമോ വന്നപ്പോൾ അതിൻ്റെ താഴെ 1-2 കമൻറ്റുകളും കിടക്കുന്ന കണ്ടു. ഗബ്രി കൊടുത്ത മാല അഴിച്ചു കളഞ്ഞിട്ടാണ് ജാസ്മിൻ്റെ വാപ്പ കൊണ്ടുവന്ന മാല ജാസ്മിൻ്റെ ഉമ്മ കെട്ടിക്കൊടുത്തതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ വലിച്ചു കീറിയോ ഇല്ലേ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് അറിയാൻ പറ്റിയത് ചെറിയൊരു അറിവാണ്. ചെറിയൊരു അറിവിലാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ ബുദ്ധിമുട്ടി ഒന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് ഈ ഫോട്ടോ കൊണ്ട് കൺഫെഷൻ റൂമിൽ വെച്ചു എന്നുള്ള ഒരു ലെവലിലാണ് ഞാൻ അറിഞ്ഞത്. അല്ലാതെ കീറി പറിച്ചതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി കീറിയോ എന്തോ, കീറിയെന്നാണ് എല്ലാവരും പറയുന്നത്. വലിച്ച് കീറി എടുത്ത് ദൂരെ എറിഞ്ഞു, ഭയങ്കര കലിപ്പായി എന്നൊക്കെയാണ്. പക്ഷേ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ജാസ്മിൻ കരഞ്ഞിട്ടുണ്ട്. പുറത്തെ കാര്യങ്ങൾ ജാസ്മിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജാസ്മിൻ എല്ലാം മനസ്സിലായി. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് കളിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഗബ്രി ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് അവർ ജാസ്മിനെ മാറ്റി. അത് ഫോട്ടോ ഒന്നുകിൽ വലിച്ചു കീറുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കൺഫെഷൻ റൂമിൽ കൊണ്ട് വെക്കുകയോ, രണ്ടിൽ ഏതോ ഒന്ന് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും അറിഞ്ഞത്. പക്ഷേ ഈ ഫോട്ടോ വലിച്ചു കീറി എന്നുള്ള ഒരു ലെവലിലോട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഫോട്ടോ വലിച്ചു കീറി എന്നുള്ള ഒരു ലെവലിലേക്കൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ പറയാം. ഒത്തിരി മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കൺഫെഷൻ റൂമിൽ കൊണ്ടുവച്ചു എന്നുള്ള ഒരു ലെവലിലാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. നാളെ ലൈവ് വരട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.